എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നമ്മൾ നാളെ കാണാൻ പോകുന്ന നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെയാണ്. രാധികാമ്മയുടെയും വരുണന്റെയും ചതി ഗോവിന്ദ് കൈയോടെ പിടികൂടുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഗീതവും ഗോവിന്ദും ഭയങ്കര സന്തോഷത്തിലാണ്. ഗോവിന്ദനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. കുറെ കാലത്തിന് കാത്തിരിപ്പിനൊടുവിലാണ് ഗീതു പ്രഗ്നന്റ് ആയിരിക്കുന്നത്. പിന്നീട് ഗോവിന്ദ് ഗീതും തമ്മിൽ കുറച്ച് പ്രണയ സല്ലാപത്തിലൊക്കെ മുഴുകുന്നുണ്ട്. അതിനുശേഷം ഗോവിന്ദ് പറഞ്ഞു, അതെ വൈകുന്നേരം 5 മണിക്ക് എല്ലാവരോടും ഞാൻ കൂടാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഗീത ചോദിച്ചു, അതെന്തിനാ കണ്ണേട്ടാന്ന് ചോദിക്കാം. അതൊക്കെ ഉണ്ടെന്ന് പറയണം. അതൊരു സർപ്രൈസ് ആയിരിക്കും എന്ന് പറയണം. നിനക്കും ഒരു സർപ്രൈസ് ആയിരിക്കും എന്ന് പറയാം. എനിക്ക് സർപ്രൈസോ? അതെ, നീ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി കാത്തിരുന്നല്ലേ. പക്ഷെ ഇത് അങ്ങനെയല്ല, നിനക്കൊരു സർപ്രൈസ് ആയിരിക്കും എന്ന് പറയണം. ആ സമയത്ത് രാധികാമ്മയും വരുണും കൂടെ മുറിയിലേക്ക് പോയി ഭയങ്കര കൊടുമ്പിരി കൊണ്ട ചർച്ചയിലായിരുന്നു. രാധികാമ്മ വരുണോട് പറഞ്ഞു, എടാ വരണേ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല, അറിയാലോ. ഇത്രയും കാലം നമ്മളെ എല്ലാരും പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഗോവിന്ദും ഗീതവും ചേർന്നിട്ട്. ഇപ്പൊ കണ്ടില്ലേ, 3 മാസമായിട്ട് അവരകന്ന് കഴിയുവാന്ന് പറഞ്ഞിട്ട് അവരകന്ന് കഴിയുമൊന്നും അല്ലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നിന്റെ ഭാര്യ രേഖയ്ക്കും പ്രിയയ്ക്കും അറിയായിരുന്നു. എന്നിട്ടോ അവരെല്ലാം മറച്ചു വെച്ചു. രണ്ടിനെ 2 മുറി കിടത്തിയിട്ട് പോലും ഇപ്പൊ അവള് പ്രഗ്നന്റ് ആയത് കണ്ടോന്ന് ചോദിക്കാം. വരും പറഞ്ഞു, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേന്ന് ചോദിക്കാം. നമ്മളെ എല്ലാം വിഡ്ഢികളാക്കി. അപ്പൊ അതിനർത്ഥം എന്താ? അവർ രണ്ടുപേരും ഇപ്പോഴും മുടിഞ്ഞ പ്രേമത്തിലാന്നല്ലേ അർത്ഥം. നമ്മള് വെറുതെക്കാരി ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് പറയാം. അല്ലമ്മേ, ഇപ്പൊ ആ ചേതൻ ഗ്രൂപ്പിന്റെ ആ പ്രോജക്റ്റിന്റെ കാര്യം അത് ഗീതുവിനെ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുമല്ലേന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെയാ. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, നമ്മളാണ് അതെങ്ങാനും ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് വെറുതെ ഇരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. ഗോവിന്ദ് നമ്മളെ പഞ്ഞിക്കിടും. ഈ അറക്കൽ വീട്ടിൽ നമ്മളെ എപ്പ പുറത്തായെന്ന് ചോദിച്ചാൽ മതി എന്ന് പറയാം. അത് കേട്ടതും വരും പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലമ്മേ. നമ്മൾ ആ ചതി ചെയ്തെന്നുള്ള കാര്യം ആരും അറിയാൻ പോകുന്നില്ല. വരണേ, നിന്റെ അതിബുദ്ധി ഞാൻ അപ്പോഴും പറഞ്ഞാ വേണ്ടാന്ന്. എനിക്ക് സമനില ഇറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് ഞാൻ കണ്ണനെ ഒറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ കണ്ണനെ ചതിച്ചേ. പക്ഷെ അങ്ങനെ ഒരു ചതി ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്കിപ്പോ തോന്നുന്നുണ്ട്. എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ, അതിനേക്കാൾ ഉപരി അവളുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. ഈ കണ്ട സ്വത്തുക്കൾക്കെല്ലാം അവകാശിയാണ് പിറക്കാൻ പോകുന്നത്, അറിയാലോ. ആ കുഞ്ഞു പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നീങ്ങത്തില്ല. അവളെ ഇനിയിപ്പൊ ആട്ടി പുറത്താക്കാനും പറ്റില്ല. ഒരു കാരണവശാലും ഗോവിന്ദ് അവളെ ഉപേക്ഷിക്കില്ല. പക്ഷെങ്കില് നമ്മൾ എന്ത് ചെയ്യണം? ആ കുഞ്ഞിനെ അങ്ങോട്ട് ഇല്ലാതാക്കണം എന്ന് പറയാ. വരും പറഞ്ഞു, അതിനാണോ അമ്മ ഇന്നത്തെ കാലത്ത് മാർഗങ്ങളില്ലാത്ത? എടാ വരണേ, നീ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല. ഇനി ഗോവിന്ദന്റെ ഒരു കണ്ണ് എപ്പോഴും അവളുടെ മേലെ കാണും. നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എന്തേലും വന്നാൽ പോലും സംശയം നമ്മുടെ നേർക്കായിരിക്കും വരുന്നതെന്ന് പറയാം. ഇത് മാത്രമല്ല, ഏറ്റവും വലിയൊരു വാള് പോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, അനാർക്കിലി. അത് എന്റെ തലയ്ക്ക് മുകളിലല്ലോ, അമ്മയുടെ തലയ്ക്ക് മുകളിലല്ലേന്ന് ചോദിക്കും. നീ അത് പറയും. ആദ്യം നീ ഭദ്രനെ കുത്തുന്ന വീഡിയോ ഉണ്ട്, അത് നീയും കൂടെ കണ്ടല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും വരുണിന്റെ മുഖം അങ്ങോട്ട് മാറി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയാ. വരുൺ അങ്ങനെ ആകെപ്പാടെ അസ്വസ്ഥനായിട്ട് മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അവിടെ രേഖ ഉണ്ടായിരുന്നു. രേഖയ്ക്ക് വരുണിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ എന്തോ ഒരു പന്തിയോട് വന്നു. എന്താ വരണേട്ടാ, മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും. ഒന്നുമില്ലാന്ന് പറയണം. ഇത് കേട്ടതും രേഖ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വരേണ്ടൻ രാധികാമ്മയും ചേർന്ന് എന്തെങ്കിലും കളികളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത് ഗോവിന്ദന്റെ മുന്നിൽ തുറന്നു പറഞ്ഞേരെ. വരണേട്ടന് രക്ഷപ്പെടാനുള്ള അവസാന മാർഗമാ, അറിയാലോ. എനിക്ക് നല്ല സംശയമുണ്ട്. ആ ചേതൻ ഗ്രൂപ്പിന് ആ പ്രോജക്റ്റ് കൈമാറിയത് ഗീതുവല്ല. ഗീതു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വരണേട്ടനാണോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ വരണേട്ടൻ ഉള്ള സത്യം ചെയ്ത് തുറന്നു പറഞ്ഞ് മാപ്പ് സാക്ഷിയാണെന്നാ നല്ലത്. അല്ലെങ്കിൽ അറക്കൽ വീട്ടിൽ നിന്ന് പുറത്താവും. പിന്നെ വരുണേട്ടൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടൻ വരുണ് പറഞ്ഞു, മിണ്ടാതെ വായടച്ച് നിന്നോണം. പറഞ്ഞ കേട്ടല്ലോ, ഞാൻ പലതും കാണിച്ചു. അതൊക്കെ കേട്ട് എന്തേലും പറയാനാ നിന്റെ ഭാവമെങ്കില് അറിയാലോ, നിന്നെ കഴുത്തിയരിച്ച് കൊല്ലുള്ളെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ രേഖ പറഞ്ഞു, ഓഹോ അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ വരുണേട്ടന്? അന്നൊന്ന് ചെയ്ത് കാണിച്ചേ. മുമ്പത്തെ രേഖയായിരുന്നെങ്കിൽ ഇങ്ങനെ പമ്മി മാറി നിന്നേരം. പക്ഷെ ഇപ്പൊ നിങ്ങക്ക് എന്നെ ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ട് എന്ന് പറയാണ്. ഇത്ര സമയം ഞാൻ മര്യാദയുടെ ഭാഷയല്ല സംസാരിച്ചേ. പക്ഷെ ഈ രേഖയാരാ നിങ്ങൾക്ക് അറിയത്തില്ല. ഇനി നിങ്ങൾ അറിയാൻ പോകുന്നുള്ളെന്ന് പറയും. നിന്നെ കുറിച്ച് ഇനി എന്തറിയാനടിന്ന് പറയാണ്. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് രേഖ പറയണം. രേഖയ്ക്ക് മനസ്സിലായി വരുൺ രാധികാമ്മൻ ചേർന്നിട്ടാണ് ആ ചതി ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെന്ന് തുറന്നു പറയുവാണെങ്കിൽ, രാധികാമ്മയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് തുറന്നു പറയുവാണെങ്കിൽ വരുണെങ്കിലും രക്ഷപ്പെടാം എന്നൊരു ചിന്ത രേഖയുടെ മനസ്സിലുണ്ട്. പക്ഷെ അതിനൊന്നും വരുണ് സമ്മതിക്കുന്നില്ല. രേഖയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോ ഒരു നടയ്ക്ക് പോകത്തില്ല. ഗോവിന്ദൻ ആ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറക്കൽ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും വരുണും രാധികാമ്മയുടെ സ്ഥാനം. പക്ഷെ രാധികാമ്മ എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പിയിരിക്കും. പക്ഷെ വരുണ് പെട്ടുപോകും. കാരണം വരുണിനെ പെടുത്താനുള്ള തെളിവുകളൊക്കെ ഗോവിന്ദ് ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും വരുൺ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വൈകിട്ട് 5 മണിയായി.
5 മണിയായ സമയത്ത് ഗോവിന്ദ ഒന്ന് ഗീതയോട് പറഞ്ഞു, വാ ഹാളിലേക്ക് വരാൻ പറയണം. ഗീത വെച്ച് എന്താ കണ്ണേട്ട, എന്താ കാര്യം നിൽക്കുക, വരാൻ പറയണ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേഖ ഇങ്ങോട്ട് രേഖ പറഞ്ഞു, അതെ പോയി വരുണിനെ രാധികാമ്മനെ വിളിച്ചോണ്ട് വരാൻ പറയണം. അങ്ങനെ അവരെയും വിളിച്ചോണ്ട് വന്നു. പിന്നീട് പ്രിയയും എല്ലാവരും കൂടെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ വന്നു. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, ഇന്നൊരു നല്ല സന്തോഷകരമായ ദിവസമായിരുന്നു. കാരണം ഈ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞു പിറക്കാനായിട്ട് പോവാ. അപ്പൊ അതിന്റെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും രാധികാമ്മ ചോദിച്ചു, എന്താ കണ്ണ, എന്താ കാര്യം? ആ ചേതൻ ഗ്രൂപ്പിന്റെ കാര്യം അതിനെക്കുറിച്ച് വല്ല അറിഞ്ഞോ? ആ ചേതൻ ഗ്രൂപ്പിന് ആരാ ഫയല് കൊടുത്തെന്നുള്ള കാര്യം ഇവളായിരിക്കും അത്. അത് അവര് വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കണം. അതിനെക്കുറിച്ച് പറയാൻ തന്നെ രാധികാമ്മ ഞാൻ വിളിപ്പിച്ചിരിക്കുന്ന എല്ലാരെ എന്ന് പറയാണ്. ഇത് കേട്ടൻ രാധികാമ്മ പറഞ്ഞു, എന്റെ കണ്ണ, ഇവളെ അടിച്ചിറക്കേണ്ട സമയം കഴിഞ്ഞല്ലേ, നീ എന്തിനാ ഇനി ഈ ചതിയൊക്കെ കണ്ടറിഞ്ഞിട്ട് ഇനി ഇവളെ ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത്? എത്രയും പെട്ടെന്ന് തന്നെ ഇവളെ ഇറക്കി വിടാൻ പറയാണ്. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞ്, ഇറക്കി വരണം, ഇറക്കി വരണം, അധികം വൈകാതെ തന്നെ ഞാൻ ഇറക്കി വിടുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും വരുണിനൊക്കെ ഭയങ്കര സന്തോഷമായി. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, അതെ ഞാൻ വൈകുന്നേരം നിങ്ങളെല്ലാം കാണാന്ന് പറഞ്ഞ് സുപ്രധാന കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ച. ചേതൻ ഗ്രൂപ്പിന് ഈ ഗീതുവിന്റെ ലാപ്ടോപ്പിൽ ഇമെയിൽ ഐ ഡി നല്ല പ്രോജക്റ്റ് പോയെന്ന് പറഞ്ഞത്. പക്ഷേങ്കില് അത് ഷേണാസ് ഗ്രൂപ്പിന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പറയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് വരുൺ ചോദിച്ചു, അല്ല അതെങ്ങനെയാന്ന് ചോദിക്കണം. വരുൺ ആകാംക്ഷകൾ അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെന്താന്ന് വെച്ചാലേ, ഗീതു ഇതിനു മുമ്പ് ഷേണാസ് സാറിന് പ്രോജക്റ്റിന്റെ ഓരോ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഇമെയിൽ ഐ ഡിന്നായിരുന്നു അയച്ചുകൊണ്ടിരുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവർക്ക് ചേതൻ ഗ്രൂപ്പ് എന്ത് ചെയ്തു, ഈ ഇമെയിൽ ഐ ഡിന്ന് ചെന്ന് അത് വെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഷേണാസ് സാറിന് പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് പറ്റി. അവർക്ക് ആ കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് പറയാണ്. കാരണം ഗീതു മുമ്പ് ഇത് ഉപയോഗിച്ചിരുന്നതുകൊണ്ട്, ഗീതുവിന്റെ മെയിൽ ഐ ഡി എന്ന് പോയതുകൊണ്ട്, അതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇത് ഹൈജാക്ക് ചെയ്താണ്, ഗീതുവിന്റെ ഇമെയിൽ ഹൈജാക്ക് ചെയ്താന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായെന്ന് പറയാം. അതുകൊണ്ട് ഇനി ആ കാര്യത്തിൽ ഒരു ഇതില്ല. ആ പ്രോജക്റ്റ് ഇങ്ങോട്ട് തന്നെ തിരികെ കിട്ടി. അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് പറയാം. ഇതിൽ പരമൊരു സന്തോഷം, ഇന്ന് രണ്ട് സന്തോഷം സംഭവിച്ചിരിക്കുന്ന. 1500 കോടിയുടെ ബിസിനസ് തിരികെ AGM-നെ തന്നെ തിരികെ കിട്ടിയിരിക്കുന്ന. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു കുഞ്ഞു പിറക്കാനായിട്ട് പോകുന്നു. അതിൽ പരം ഒരു സന്തോഷം വേറെ എന്താ ഉള്ളതെന്ന് ചോദിക്കുക. ഇത് കേട്ടതിന്റെ രാധികാമ്മ പറഞ്ഞു, അല്ല കണ്ണ, അതെങ്ങനെ ശരിയാവും? ഗീതു അല്ലേ അത് ചേതൻ ഗ്രൂപ്പിന് കൈമാറിയെന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിലോ? രാധികാമ്മയ്ക്ക് സംശയമല്ലേ? രാധികാമ്മയുടെ സംശയം ഇപ്പൊ തന്നെ മാറ്റി തന്നേക്കാന്ന് പറയാണ്. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? രാധികാമ്മയെ വരണം ഇച്ചിരി അതിബുദ്ധിമാരാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു. ഗീതുവിനെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ട് വരുൺ ഇവിടെ ലാപ്ടോപ്പ് ഒക്കെ എടുത്തോണ്ട് വരുന്ന കണ്ടായിരുന്നല്ലോ. അങ്ങനെ വന്നോണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ലാപ്ടോപ്പ് തുറന്ന് ഇതിനകത്ത് തെളിവുകൾ ഇപ്പൊ തന്നെ കാണിക്കാന്ന് പറഞ്ഞ് വരുൺ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയണം. അപ്പം നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഗീതുവിനോട് ഞാൻ പറഞ്ഞു പാസ്വേഡ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഗീതു പറഞ്ഞു ലാപ്ടോപ്പ് ഞാൻ തുറക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഗീതുവിനോട് പാസ്വേഡ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ സമയത്ത് ഗീതു എന്നെ ഒരു നോട്ടം നോക്കി. ഞാൻ ഗീതുവിനെ അതിനകത്തെല്ലാം ഉണ്ടായിരുന്നു പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു പറഞ്ഞു, ആ ഗോവിന്ദന്റെ ആ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് അപ്പോഴേ പിടികിട്ടിയെന്ന് പറയാണ്. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്നറിയോ? കാരണം ഞാൻ എൻ്റെ ലാപ്ടോപ്പിന്റെ യഥാർത്ഥത്തിലുള്ള പാസ്വേഡ് അല്ല പറഞ്ഞു കൊടുത്തേ. പക്ഷേങ്കില് വരുണേട്ടൻ അത് ആ ധൃതിക്ക് ആ ആകാംക്ഷപൂർവ്വം അത് ശ്രദ്ധിച്ചില്ല. ഏതാ പാസ്വേഡ് എന്ന് പോലും ശ്രദ്ധിച്ചില്ല. കാരണം വരുണേട്ടന്റെ എൻ്റെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അറിയാവുന്നതുകൊണ്ട് അത് വെച്ച് ആ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തതെന്ന് പറയാണ്. വരുണേട്ടനാണോ ഈ ചതി ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ടെസ്റ്റ് ഇട്ടതായിരുന്നത്. പക്ഷെ അതിനകത്ത് ഞങ്ങൾക്ക് വരുണേട്ടന്റെ കള്ളത്തരം പിടിക്കാൻ പറ്റി. വരുണേട്ടൻ എൻ്റെ ലാപ്ടോപ്പിന്റെ പാസ്വേഡ് അറിയാമെന്ന് മനസ്സിലായെന്ന് പറയാം. ഇത് കേട്ടതും വരുൺ ഒരു നിമിഷം ഒന്ന് ഞെട്ടി. ഇത്രയ്ക്കൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നുള്ള ആ ഒരു ഇത് ആകാംക്ഷ മൂത്ത് അവൾ വന്ന് പാസ്വേഡ് പോലും ശ്രദ്ധിക്കാതെ താന് അതിനകത്തുള്ള പാസ്വേഡ് അടിച്ചങ്ങോട്ട് അതിനകത്തേക്ക് കയറുക ചെയ്ത്. ഈ സമയം രാധികാമ്മ ഞെട്ടി. ഇങ്ങനെ ഇതിനകത്തൊരു ടിസ്റ്റ് പ്രതീക്ഷിച്ച കാര്യമല്ല. പെട്ടെന്ന് രാധികാമ്മ വരുണിനെ നോക്കുകയാണ്. വരുണ് പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയേണ്ട വരണേ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാ. നീയാണ് ഗീതുവിന്റെ ലാപ്ടോപ്പ് എടുത്ത് അതിനകത്തുനിന്ന് ചേതൻ ഗ്രൂപ്പിന് മെയിൽ ചെയ്തതെന്ന് പറയണം. ഇത് കേട്ടപ്പോഴത്തേനും വരുമ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയണേ. പ്രിയ പറഞ്ഞു, എന്റെ മുറിയിലായിരുന്നു അന്ന് രാത്രി ലാപ്ടോപ്പ് ഗീതു കുത്തിയിട്ടിരുന്നേന്ന്, ഗീതു ചേച്ചി കുത്തിയിട്ടിരുന്നേന്ന് പറയണം. ഗീതു പറഞ്ഞു, അത് ശരിയാ, ഞാനത് എടുത്തേ ഉണ്ടായിരുന്നില്ല, ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കുത്തിയിട്ടിരുന്നേന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എങ്ങനെ ഏത് വിധയാ പോയെന്ന്? എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. ഇനി പറ, കാരണം സത്യങ്ങളൊക്കെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ ചതി ചെയ്തെങ്കിൽ അവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങ് തീരുമാനം എടുക്കട്ടെ എന്ന് ചോദിക്കുക. ഇത് കേട്ടാൽ രാധികാമ്മ വരണം ഒരു ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയില്ലാതെ. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, രാധികാമ്മ വരണം പുറത്ത് പോകുന്നുള്ള. ഇനിയിപ്പം രാധികാമ്മ ഉള്ള കുറ്റം മൊത്തം വരുണന്റെ പുറത്ത് ചാർത്തി അവനെ ഇനി വീട്ടിൽ നിന്ന് പുറത്താക്കുമോന്ന് അറിയത്തില്ല. ഗോവിന്ദന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ ഇനി പണം കൈമാറിയ കാര്യം അതൊക്കെ ഗോവിന്ദ അറിയും.
അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.